ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നമ്മളിന്ന് ലേറ്റായിട്ടുള്ളൊരു വീഡിയോ ആണിത്. കുഞ്ഞിൻ്റെ സ്കൂളിലേക്ക് ഫുഡ് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയതായിരുന്നു. ഒരു കോൺഫ്ലവറിൻ്റെ, അതായത് നമ്മുടെ ചോളത്തിൻ്റെ സൂപ്പ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചോളം എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, ബീൻസ്, സവാള, ഉരുളൻകിഴങ്ങ്, മല്ലിയില, ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചീസ്, കുരുമുളക് പൊടി, മല്ലിയില ഇവയെല്ലാം എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കണം. ചീസ് നന്നായിട്ട് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ടൊന്ന് വാട്ടിയെടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ബീൻസ്, ക്യാരറ്റ്, കിഴങ്ങ്, ചോളം ഇവയെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് നന്നായിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലാദ്യം ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിനാവശ്യത്തിനുള്ളത് നോക്കിയിട്ട് പിന്നീട് ഇട്ട് കൊടുക്കണം. അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ചെറു തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഒന്ന് വാട്ടിയെടുക്കുക. എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ കുറച്ച് ചോളം മാറ്റി വെച്ചിരിക്കുന്നതിൽ അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് ഒരുപാട് അങ്ങ് അരയേണ്ട, കുറച്ചൊന്ന് അരഞ്ഞതിന് ശേഷം അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ഈ ചോളം അരച്ച് ചേർത്ത് കഴിയുമ്പം ഇതിൻ്റെ അടിക്ക് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം കോൺഫ്ലവറിൻ്റെ സംഭവം അടിക്ക് പിടിക്കുമല്ലോ. അപ്പം നമ്മളിത് അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൈവിടാതെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആദ്യം ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും ഉപ്പ് നോക്കിയതിന് ശേഷം കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് വഴറ്റി എടുക്കുക. വഴണ്ടി വരുമ്പോഴത്തേക്കിന് നന്നായിട്ടൊന്ന് പകുതി വഴണ്ടി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അരച്ച ആ ഒരു ജാറുണ്ടല്ലോ, ചോളം അരച്ചതിൻ്റെ ആ ജാറൊന്ന് കഴുകിയെടുക്കുന്ന വെള്ളം നമ്മളതിലൊന്ന് റെഡിയാക്കി വെക്കുക. അതിലൊന്ന് കുറച്ച് വെള്ളം എടുത്ത് വെക്കുക. ആ വെള്ളം എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള നമുക്ക് കുരുമുളകും ടൊമാറ്റോ സോസും സോയാ സോസും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമ്മൾ ഈ ജാറ് കഴുകി വെച്ചിരിക്കുന്ന വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കുക. അതായത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. സൂപ്പല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പോഹ കയറുകയും ആവി അടിക്ക് പിടിക്കുകയൊക്കെ ചെയ്ത് ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് ചെറുതീയിൽ വെച്ച് തന്നെ ഇത് നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കിന് നമ്മളല്ലോ ചാറ് കഴുകി ഒഴിച്ച് ഇതും കൂടെ ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കോൺഫ്ലവർ പൊടി ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കട്ട പിടിക്കാതെ തന്നെ ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം ഇത് നന്നായി വെട്ടി തിളപ്പിച്ച് വേവിച്ചെടുക്കുക. 3/4 ഭാഗം വെന്ത് വരുമ്പോഴത്തേക്കിന് നമ്മളിതിലേക്ക് ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കാനുള്ളത് മല്ലിയിലയാണ്. കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് സൂപ്പിൻ്റെ ആ ഒരു കൊഴുത്ത രൂപം വരുന്നവരെ ഇത് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്ത് നല്ല കുറുക്കിയെടുക്കുക. നമ്മൾ ആദ്യം പാകം ചെയ്യുന്ന ആ സമയത്ത് തന്നെ നന്നായിട്ട് കുറുകാൻ നിൽക്കേണ്ട. കുറച്ചൊന്ന് കുറുകുമ്പോഴത്തേക്കിനും അത് വാങ്ങാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി നാറുമ്പോഴത്തേക്കിനും ഒരുപാടങ്ങ് കുറുകിപ്പോവും. അതുകൊണ്ട് ഒരു 1/4 ഭാഗം കുറുകി വരുമ്പോഴത്തേക്കിനും നമുക്ക് തീ ഓഫാക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം. ഞാനിത് സ്കൂളിലേക്ക് ഫുഡ് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അവിടെ കൊടുത്ത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു സൂപ്പ്. അപ്പം ഈ രീതിയിൽ നിങ്ങൾ സൂപ്പ് റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.